മലയാളത്തിൽ ആദ്യമായി AI സാങ്കേതികവിദ്യയിലും 3D ആനിമേഷൻ ടെക്നോളജിയിലുമായി മലയാളം ഷോർട്ട് ഫിലിം സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് 2025 ഏപ്രിൽ 26-ാം തീയതി തിരുവനന്തപുരം തമ്പാനൂർ നിള തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലിനി സ്റ്റാൻലിയും നിർമ്മാണം ഇടത്തൊടി ഭാസ്കരനുമാണ്. വ്യത്യസ്തമാർന്ന ഒരു കഥയും കഥാസന്ദർഭങ്ങളുമാണ് ചിത്രത്തിലുടനീളം പറഞ്ഞു പോകുന്നത്. 22 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം കണ്ടിറങ്ങിയ പല പ്രമുഖരും പറഞ്ഞത് ചിത്രം കണ്ണു നനയിപ്പിച്ചു പോയി എന്നാണ്. അത്ര അതിമനോഹരമായിട്ടാണ് അണിയറ പ്രവർത്തകർ ഈ ഷോർട്ട് ഫിലിം ഒരുക്കിയിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ്. ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് കാണുന്നില്ല, ഇതൊരു ഫീച്ചർ ഫിലിമായിട്ടാണ് കാണുന്നത്. അത്രയും മനോഹരമായിട്ട് ഈ ഒരു കഥയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സംവിധായക ലിനി തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഏറ്റവും വലിയത് ഇങ്ങനെ ഒരു ചലഞ്ച് എടുത്ത് നിർമ്മിക്കുവാൻ സാധിച്ച ഭാസ്കരേട്ടന് ഒരു നന്ദിയുണ്ട്. അതുപോലെ തന്നെ കാരണം ഇതെല്ലാവരും കാണണം ഈ സിനിമ. കാരണം നമ്മൾ പല കഥകളും ഇതുപോലെ കേട്ടിട്ടുണ്ട്, അബോർഷൻ നടത്തുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. കാരണം ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇത്രയും ക്രിയേറ്റീവായിട്ട് അത് പുറത്ത് കാണിക്കുകയും അതിൻ്റെ സംഭാഷണവും വല്ലാതെ ഫീൽ ചെയ്യിച്ചു. കണ്ണ് നിറഞ്ഞു പോകും, ആര് കണ്ടാലും കണ്ണ് നിറഞ്ഞു പോകും. ആ രീതിയിലാണ് ഈ ഷോർട്ട് ഫിലിം ചിത്രീകരിച്ചിരിക്കുന്നത്. അത്ര മനോഹരമായി അവസാന നിമിഷം ആ കുട്ടി ഇല്ലാതാവുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഹൃദയമുള്ളവർ കരഞ്ഞു പോകും. ഇത് കുട്ടികളില്ലാത്ത മാതാപിതാക്കൾ കാണേണ്ടതാണ്, കുഞ്ഞുങ്ങൾ കാണേണ്ടതാണ്, ലോകത്തെല്ലാവരും ഇത് കാണേണ്ടതാണ്. കാരണം ഒരു കുഞ്ഞിന് വേണ്ടി പല അമ്പലങ്ങളിലും പ്രാർത്ഥിച്ച് നടക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം ഈ അവസ്ഥയിൽ നമ്മുടെ ലോകത്ത് അബോർഷൻ നടത്തുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അവർക്കൊക്കെ ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സിനിമയാണ്. തീർച്ചയായും എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി ഒരു അല്പമെങ്കിലും, നമ്മളിപ്പോൾ ഇതെല്ലാവരും ഒരു 100 പേര് കാണുമ്പോൾ 10 പേരുടെ മനസ്സെങ്കിലും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിനകത്ത് വളരെ ഇതുവരെ ആരും ടച്ച് ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയമാണ്. അതായത് ഗർഭചിത്രം അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. നമ്മൾ വളരെ ലളിതമായിട്ട് പല കുടുംബങ്ങളിൽ നമ്മളിത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികളെ വേണ്ടെന്ന് വെച്ചു, അത് കളഞ്ഞു എന്ന് പറയും. ഈ കളഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ജീവനാണ് പോയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഇവർക്ക് വലിയൊരു സല്യൂട്ട് കൊടുത്തേ പറ്റൂ, ഒരു ബിഗ് സല്യൂട്ട്. കാരണം അതൊന്നാമത് AI ജനറേറ്റഡ് ആയിട്ടൊരു കൊച്ചുകുട്ടിയെ ഇതിനകത്ത് കാണിച്ച് ആ കൊച്ചുകുട്ടിയുടെ വ്യൂ പോയിൻറ്റിലാണ് ഈ സിനിമയല്ല ഷോർട്ട് ഫിലിം, സിനിമ എന്ന് തന്നെ പറയും. കാരണം സിനിമയുടെ അത്രയും തന്നെ മനോഹരമായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു വ്യൂ പോയിൻറ്റിൽ പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാവർക്കും വളരെ ടച്ചിങ് ആയിട്ട് വളരെ ഫീൽ ചെയ്യുന്ന രീതി ഇത് എടുത്തിട്ടുണ്ട്. 22 മിനിറ്റ് അവിടെ ഇരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിമിഷ്ടപ്പെട്ടാണ് ഇരുന്നത്. ഞാൻ ചുറ്റുമൊക്കെ നോക്കുമ്പോൾ എല്ലാവരും അതേ മൂഡിലായതുകൊണ്ട് പിന്നെ വലിയ വിഷമം തോന്നിയില്ല. കാരണം എല്ലാവരുടെയും കണ്ണു നനയുന്ന ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ്. എനിക്കൊരു വാക്കേ പറയാനുള്ളൂ, ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഷോർട്ട് ഫിലിമാണ്. സാധാരണ നമ്മൾ കാണുന്ന രീതിയിൽ ആ ഒരു അപ്രോച്ചിന് ഇതിനെ കാണരുത്. ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ലോകം മുഴുവൻ എത്തിക്കണം. ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന ആ സന്ദേശം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം സത്യത്തെ അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് നമ്മൾ കേട്ട് പഴകിയൊരു തീമാണ്. അബോർഷൻ എന്ന് പറയുന്നത്
നമ്മളെ സംബന്ധിച്ചുള്ള ഇന്നൊരു അതൊരു വിഷയമേ അല്ല. പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മൾ ആ വാക്ക് എത്രത്തോളം വലുതാണ്, എത്രത്തോളം ദൈവീകമാണെന്നുള്ളത്. കാര്യം ഇന്ന് അത് ഒരു ഗൈനക്കിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അതൊക്കെ സ്ഥിരം നടക്കുന്നതാണ്. ഡോക്ടേഴ്സ് അറിയാതെ നടക്കുന്നുണ്ട്, നമ്മളല്ലാതെ നമ്മൾ അതിനെ അബോർട്ട് ചെയ്യുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സത്യം നമ്മൾ ഈ ചെറിയ 20 മിനിറ്റുള്ള ആ ഷോർട്ട് ഫിലിമിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. സത്യം പറഞ്ഞാൽ എയിൽ കൂടെ കാണിച്ചത് കൊണ്ടാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഈ ചെറിയ തീം വലിയ രീതിയിൽ അതിനെ ആളുകളിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ സാധിച്ചു. എന്തായാലും ഇത് കാണുന്ന ആരും ഒരിക്കലും ഒരു അബോർഷനെ കുറിച്ച് ചിന്തിക്കുകയേയില്ല. അത് തീർച്ച മനസ്സിൽ തങ്ങി നിന്ന നല്ലൊരു ഷോർട്ട് ഫിലിം. താങ്ക് യു. ഇതിൻ്റെ ക്രൂസിനെല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ. നമസ്കാരം. സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന ഷോർട്ട് മൂവി കണ്ടു. ഒരു എന്താ പറയുക, ചെറിയൊരു സിനിമ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു മൂവി. ഒരുപാട് വേദന ഉണ്ടാക്കി, ഭയങ്കര വിഷമമായി. അതിൻ്റെ ഡയറക്ടർ ലിനി നല്ല രീതിയിൽ അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ്. ഞാനൊരു ട്രാൻസ് വുമണാണ്, അപ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമുക്കെപ്പോഴും വേദന. നമ്മളൊരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തല്ലേ, നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഒരുപാട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് അപ്റ്റ് ചെയ്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു നല്ലൊരു ചിത്രം ഞങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇത് വലിയൊരു സിനിമയായിട്ട് വരട്ടെ, നല്ലൊരു സിനിമയായിട്ട് വരട്ടെ എന്നും കൂടെ ആവശ്യിക്കും. അതുപോലെ തന്നെ സ്കൂളുകളിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഹ്രസ്വ ചിത്രം എന്ന് എന്നെ വേണമെങ്കിൽ പറയാം. നമസ്കാരം, ഞാൻ പന്തളം ബാലൻ. ഞാൻ ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിം കണ്ടത് സത്യത്തിൽ 22 മിനിറ്റുള്ള ഒരു പടം സത്യത്തിൽ വലിയ ആശയമാണ്, സമൂഹത്തിലേക്ക് വലിയ സന്ദേശമാണ് നൽകുന്നത്. ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ ചെറിയ ക്യാൻവാസിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ച പ്രിയപ്പെട്ട സംവിധായികയ്ക്കും നടനും പ്രൊഡ്യൂസർക്കും ആ ഫുൾ ക്രൂവിന് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എൻ്റെ പേര് ജസന്ത മോറിസ്. സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്നൊരു പുതിയ സംഭവമാണ്. കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ ചേർത്ത് ഒരു ഫീറ്റൽ സ്റ്റേജിൽ ബേബി ആക്ച്വലി കണ്ണു തുറക്കാൻ പറ്റാത്ത അംബ്ലിക്കൽ കോഡൊക്കെ കണക്റ്റഡ് ആയിട്ട് കിടക്കേണ്ട ബേബിയെ ഫുൾ ഫ്ലെജ്ഡ് ബേബിയായിട്ട് അവരാദ്യമേ അത് എഴുതി കാണിച്ചു. ഒരു ഫുൾ ഫ്ലെജ്ഡ് ബേബി അതിൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് എന്തുമാത്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിലും നമ്മളൊരു നോർമൽ ചൈൽഡ് അത് നമ്മളോട് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജായിട്ട് വളരെ എമോഷണലായിട്ട് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഫിലിം എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഫസ്റ്റ് ടൈം എ ഷോർട്ട് ഫിലിം. ദിസ് ഇസ് റിയലി ഫാൻറ്റാസ്റ്റിക്. ഇതുപോലെ കൂടുതൽ ക്രിയേഷൻസ് ഉണ്ടാകട്ടെ. ഇതിനകത്ത് ലേഡീസിന് അത് പ്രത്യേകിച്ച് സംവിധാനത്തിനൊക്കെ ലേഡീസിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഫിലിം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാര്യം ഞാനൊരു സംവിധായക ആയതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. ഇതിന് ഉയരങ്ങളിലെത്തട്ടെ, ഒരുപാട് ജനങ്ങളിലെത്തട്ടെ. താങ്ക് യു. ഇന്നിവിടെ നീള തിയേറ്ററിലെ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു നല്ല സിനിമ കണ്ടിട്ട് ഇറങ്ങുകയാണ്. അതൊരു ഷോർട്ട് ഫിലിമാണ്. 22.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്. എങ്കിലും ഒരു മുഴുനീള ചിത്രം കണ്ട ഒരു സുഖമുണ്ടായി. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു പ്രമേയമാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വിഷയമാണ്. നമുക്കതൊരു പുതുമയുള്ള വിഷയമല്ല, പക്ഷേ ഇതൊരു പുതുമയുള്ള രീതിയിലാണ് ഈ വിഷയം ഇവിടെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കണ്ടിറങ്ങിയ ഓരോ ആളിൻ്റെയും കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീരെങ്കിലും ഒഴുകിപ്പോയിട്ടില്ലെങ്കിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ ഒരു നല്ല സിനിമയ്ക്ക്, ഈ നല്ല സിനിമയുടെ നിർമ്മാതാവിനും അതുപോലെ തന്നെ സംവിധായിക്കും അതിൻ്റെ എല്ലാ ക്രൂവിനും അസലായിട്ടുള്ള ക്യാമറ വർക്കാണ്, AI വർക്ക് നല്ലതാണ്. ഒരു നല്ല സിനിമ കണ്ട ഒരു പ്രതീതി, ഒരു സുഖമുണ്ട്. സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന ഷോർട്ട് ഫിലിം ഇപ്പോൾ കണ്ടു. വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. ഒരു സിനിമ കണ്ടതുപോലെ തന്നെയായിരുന്നു. എല്ലാ പ്രേക്ഷകരുടെ മുമ്പിലും ഈ ഷോർട്ട് ഫിലിം എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ഷോർട്ട് ഫിലിം കാണാനിടയായി. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം ഇത് കാണിക്കേണ്ടത് കണ്ട് മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂത്താണ്. എൻ്റെ ഒരു അറിവിൽ പറഞ്ഞാൽ ഇത് വളരെ ഹാർട്ട് ഫിലിമാണ്. ഹൃദയത്തെ തൊടുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഇത് ശരിക്കും ഫിലിമായിട്ട്
എടുക്കേണ്ട ഒരു സാധനമാണ്. കാരണം ഇപ്പോഴത്തെ യൂത്തുകൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്നും പേപ്പറിൽ വായിക്കുകയും ന്യൂസ് കാണുകയും ചെയ്യുന്നതാണ്. വളരെ എന്താ പറയുക, വളരെ ചെറിയ പ്രായത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ എല്ലാവരുമല്ല, അതിനെ മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഗർഭഛിദ്രങ്ങൾ, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് അവരവർ തന്നെ അവരവരുടെ കെയർ ചെയ്യണം. അതാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഉള്ളടക്കം. ഈ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ഈ ഷോർട്ട് ഫിലിം അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇത് വളരെയധികം സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ഷോർട്ട് ഫിലിമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇത്രയും മനോഹരമായി ഒരു സോഷ്യൽ ഇഷ്യൂ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ സ്കൂളുകളിലും എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ ഭാഷകളിലും ഒക്കെ തന്നെ ഇതിൻ്റെ മെസ്സേജ് കൺവേ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങൾ കോന്നിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നല്ല ഷോർട്ട് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം അത്രയ്ക്ക് നന്നായിട്ട് അവരത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് എല്ലാം ഓക്കെയാണ്. ആക്ടേഴ്സും പിന്നെ അവർക്കുള്ള പരിമിതി നമുക്കറിയാം. അവിടെ വെച്ച് അത്രയൊക്കെ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ ഇവിടെയൊക്കെ ആണെങ്കിൽ അവർ കുറേ കൂടെ റേഞ്ചിൽ ചെയ്തതിനെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഈ സംഭവം ദർശിച്ചിട്ട് അവസാനം അതിൻ്റെ സീനിൽ വരുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പ്രമേയം, അത് അബോർഷനെ കുറിച്ച് നമ്മൾ പല സിനിമകളിലും പല കഥകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഇമ്പാക്റ്റ്, അത് ചെയ്തു കഴിഞ്ഞാലുള്ള ദോഷം, ദൈവം തരുന്ന ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ് നമ്മൾ ഇല്ലാതാക്കുമ്പോഴുള്ള വിഷമം ശരിക്കും ആ സിനിമയിൽ നമ്മൾ ചെറിയ 22 മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ പോലീസ് കമ്മീഷണർ അഭിപ്രായപ്പെട്ട പോലെ എല്ലാ സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ എത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതൊരു നല്ലൊരു സന്ദേശമാണ്. എല്ലാവരും കാണേണ്ടതാണ്. വധുവരന്മാർ കാണേണ്ടതാണ്, കുട്ടികൾ കാണേണ്ടതാണ്. ആർക്കും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കാണേണ്ട ഒരു പ്രമേയമാണ് ഇതിനകത്ത്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ നീള തിയേറ്ററിൽ ഇന്ന് പ്രദർശിപ്പിച്ച ഈ ഹ്രസ്വചിത്രം സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ഇത്രയും വലിയ നല്ലൊരു റിവ്യൂ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബഹ്റൈനിൽ അത് പ്രദർശിച്ചപ്പോൾ അത് കണ്ടിരുന്നു. എങ്കിലും കേരളത്തിൽ വരുമ്പോൾ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവരാണല്ലോ, കൂടുതലും പല ഫിലിമും കണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അനുഭവസ്ഥരാണ്. അപ്പോൾ അവരിൽ നിന്നും പല സെലിബ്രിറ്റീസ്, ഗോകുമാർ സാർ ഓൾറെഡി ബഹ്റൈനിൽ വന്നിരുന്നു. കൂടാതെ ഇവിടെ ഇന്ന് നമുക്ക് ശ്രീ ദിനേശ് പണിക്കർ, ശ്രീ പന്തളം ബാലൻ, അങ്ങനെ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ, തുളസിദാസ് സാർ, നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ തുളസിദാസ് സാർ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഇവരുടെയൊക്കെ വാക്കുകൾ കൂടെ എനിക്ക് മനസ്സിലാകുന്നത് അത് കൂടുതൽ ഭയങ്കര എങ്ങനെയാണോ ബഹ്റൈനിൽ അവർ ചെയ്തത് അതേപോലെയുള്ള ഒരു ഫീഡ്ബാക്കാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. ഇത് മുന്നോട്ടേക്ക് ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള രീതിയിൽ അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനായിട്ടാണ് എല്ലാവരും പറയുന്നത്. അതങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സാധ്യമാകട്ടെ. ഇതിലെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും, എല്ലാ മീഡിയ പ്രവർത്തകരോടും, എല്ലാ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ, ഞങ്ങളുടെ ഈ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ക്രൂസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 799 400 75